ഹായ്, നമ്മുടെ കൂടെ HR ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത വൈഷ്ണവി ഇവിടെയുണ്ട്. വൈഷ്ണവിയെ പരിചയപ്പെടാം. ഹായ്, എൻ്റെ പേര് വൈഷ്ണവി. ഞാൻ കോഴിക്കോട് ജില്ലയിലെ പയ്യോളിൽ നിന്നാണ്. ഞാൻ ബിടെക് കംപ്ലീറ്റഡ് ആയിരുന്നു. അതിനുശേഷം ഞാൻ HR അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്തതാണ്. ഇപ്പോൾ ഞാൻ 3 മാസത്തെ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് വൈഷ്ണവി ബിടെക് കഴിഞ്ഞ ഉടനെ തന്നെ HR ഷിഫ്റ്റ് ചെയ്തതാണോ? അങ്ങനെ ആയിരുന്നില്ല. ആക്ച്വലി ഞാൻ 1 ഇയർ സെയിം ഫീൽഡിലായിരുന്നു. ബിടെക് കംപ്ലീറ്റ് ചെയ്ത ഉടനെ ഞാൻ പ്ലേസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. 1 ഇയർ ഞാൻ സെയിം ഫീൽഡ് MNC-യിലായിരുന്നു ജോയിൻ ചെയ്തത്. പക്ഷേ അവിടുത്തെ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ക്ലയൻസ് അബ്രോഡായിരുന്നു. ടോട്ടലി ചേഞ്ച് ആയിരുന്നു. ലൈക്ക് എനിക്ക് അമേരിക്കൻ ഓസ്ട്രേലിയൻ ക്ലയൻസ് ആയിരുന്നു. അപ്പോൾ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പോൾ അത് എൻ്റെ ഹെൽത്തിനെ വല്ലാതെ ബാധിച്ചു. ഞാനൊരു ബ്രേക്ക് എടുത്തു. ആ ഒരു സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഈ HR കരിയറിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. അങ്ങനെയാണ് എനിക്ക് ഇതിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ കരിയർ സ്വിച്ച് ചെയ്തത്. ഫ്രണ്ട് വഴിയാണല്ലേ HR എന്ന ജോലിനെ കുറിച്ച് അറിഞ്ഞത്. അങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഒക്കെ വന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്ട്രഗിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നോ? ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു ആക്ച്വലി. കാരണം എൻറ്റയർലി ഒരു ടോട്ടൽ ഡിഫറെൻറ്റ് ഫീൽഡിൽ നിന്നായിരുന്നു ഞാൻ വന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ല. അവൾ പറഞ്ഞിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ലാതെ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചലഞ്ചസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്കിതിൽ കുറച്ചുകൂടെ നോളജ് വേണമെന്നും, കാരണം ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് അറിയാമല്ലോ, നോളജ് ഉള്ളവർക്കാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. അപ്പോൾ സോ നമ്മൾ ആ ഒരു ഫീൽഡിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് റിയലായി വരുന്ന സ്ട്രഗിൾസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവുക. അപ്പോൾ കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ട്രാക്കിലേക്ക് ആവാൻ വേണ്ടി. അപ്പോൾ വൈഷ്ണവി ചാലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്യാൻ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തത്? എനിക്കപ്പോൾ തോന്നി കുറച്ചുകൂടെ എനിക്കിതിൽ നോളജിൻ്റെ ആവശ്യമുണ്ടെന്ന്, എക്സാക്ട്ലി എങ്ങനെയാണ് ഈ ഫീൽഡ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ഞാനൊരു 3 മന്തിൻ്റെ കോഴ്സ് ഞാനിങ്ങനെ ചെക്ക് ചെയ്തു ഇൻ്റർനെറ്റിലൊക്കെ. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റി. അങ്ങനെ ഞാനൊരു 3 മന്തിൻ്റെ സർട്ടിഫിക്കേഷൻ ചെയ്തു HR അഡ്മിനിസ്ട്രേഷനിൽ. ഓക്കെ, അപ്പോൾ ഈ കോഴ്സ് എടുത്തപ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടായിരുന്നു ഈ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ? അങ്ങനെ ബെനിഫിറ്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് തിയററ്റിക്കലി ഉള്ളൊരു നോളജ് കിട്ടുന്നുണ്ട്. പക്ഷേ തിയററ്റിക്കലി പ്രാക്ടിക്കലി വരുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണല്ലോ. ആ ഒരു എക്സ്പോഷർ കുറവായിരുന്നു. എനിക്ക് നോളജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, പക്ഷെ ഒരു പ്രാക്ടിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രാക്ടിക്കൽ നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയായിരുന്നു ചെയ്തത്? ആക്ച്വലി നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഓപ്ഷൻ എൻ്റെ മൈൻഡിൽ വരുന്ന ഒരു കമ്പനിയിലേക്ക് വീണ്ടും തിരിച്ച് കയറുക എന്നുള്ളതായിരുന്നു. പക്ഷെ അപ്പോഴും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ഫസ്റ്റ് എനിക്ക് വന്ന ചാലഞ്ചസ് ആയിരുന്നു. നമ്മളതൊരു ഇപ്പോഴും എനിക്ക് പ്രാക്ടിക്കൽ നോളജ് അല്ലേ ഉള്ളൂ. പക്ഷെ ഒരു കമ്പനിയിലേക്ക് നമ്മൾ ചിലപ്പോൾ ഒരു ട്രെയിനി ആയിട്ട് എടുക്കുക എന്നുള്ള ഓപ്ഷൻ നമുക്ക് ചിലപ്പോൾ കുറവായിരിക്കും. സ്ട്രേറ്റ് ഒരു എംപ്ലോയി ആണെങ്കിലും ഒരു ജോലി അറിയാത്ത ഒരാൾക്ക് തരിക എന്നുള്ള ഒരു ഡിഫിക്കൽറ്റി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഒരു ഇൻറ്റേൺഷിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ എൻ്റെ മൈൻഡിലേക്ക് വന്നത്. അങ്ങനെയാണ് ഞാൻ പിന്നെ ഒരു 3 മന്ത്സിൻ്റെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത്. അതുവഴിയാണ് എനിക്ക് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു നോളജ് ഈ ഒരു ഫീൽഡിനെ കുറിച്ച് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഈ ജോലിയിൽ കയറുമ്പോൾ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിരുന്നോ? ഒബ്വിയസ്ലി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരു ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു പ്രാക്ടിക്കൽ നോളജ് തന്നെയായിരുന്നു. ഒരു കമ്പനിയിൽ കയറുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ ജോലിയിൽ കയറിയതുകൊണ്ട് എനിക്കറിയാം, നമ്മൾ റിയൽ ടൈം ആയിട്ട് നമുക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ഡൗട്ട് വരുമ്പോഴും അത് അറ്റ് എ ടൈം തന്നെ ക്ലിയർ ചെയ്യാൻ നമുക്കൊരു സ്റ്റാഫ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മളത് പഠിച്ച് പ്രാക്ടിക്കലി ചെയ്തിട്ടാണ് നമ്മൾ ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള കോൺഫിഡൻസും കൂടി, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജോലി ചെയ്യുമ്പോഴും കുറച്ചുകൂടെയൊക്കെ എളുപ്പമായി. മുമ്പുണ്ടായിരുന്നതിനേക്കാളും ഞാൻ ചെയ്ത കാര്യമായിട്ട് ഒരുപാട് ഈക്വലായിട്ട് തന്നെ തോന്നി. അപ്പം ഇറ്റ് വാസ് റിയലി ഗുഡ്. വൈഷ്ണവി ഷെയർ ചെയ്ത എക്സ്പീരിയൻസ് ഈ ഒരു കരിയറിലേക്ക് പോകാൻ സാധിക്കുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അബ്രോഡിൽ പോവുകയാണല്ലോ ഒരു ഡ്രീം എന്ന് പറയുന്നത്. അപ്പോൾ വൈഷ്ണവി വിചാരിക്കുന്നത് പോലെ തന്നെ ഒരു നല്ല കരിയർ തന്നെ ലഭിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. Thank you.